ഹായ്, മലയാളത്തിൽ വരൂ. ഹലോ, ഇന്ന് നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഹലോ ഗുയിസ്, നവോബയാണ്. എന്ത് കഥ ഗുയിസ്? എന്ത് കഥയെന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ അവർ ഹസ്ബൻഡ് പട്ടിണി കിടക്കാതിരിക്കാൻ അവർക്ക് ഹസ്ബൻഡിന് ജോലിയുണ്ട്. അപ്പോൾ കറക്റ്റ് ഫുഡൊന്നും റെഡിയാക്കാൻ ഇതാക്കാൻ കഴിയില്ല. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഓക്കെ, അതിനും വേണ്ടിയിട്ട് അവർ A to Z സാധനം നല്ലോണം കുക്ക് ചെയ്തിട്ട് ഫ്രോസ് ചെയ്ത് അവർക്ക് റെഡിയാക്കി വെച്ചിട്ട് പോയത്. അപ്പോൾ അതിന് കുറേ കമൻറ്റ് വന്ന്, ഇത് കഴിച്ചാൽ ഹോസ്പിറ്റലിലാവും, അവർ ആയുസ് കുറയും, ഹസ്ബൻഡിനോട് സ്നേഹം കൂടുതലുണ്ടോണ്ട് പല ആൾക്കാരും നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായമാണ്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് എന്തറിയോ, നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഫ്രോസ് ചെയ്യാത്ത ഒരു സാധനം എങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഒരു സാധനമെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. എല്ലാ ആൾക്കാരും ഫ്രോസ് ചെയ്ത്. ഏതാ ഫ്രോസ് ചെയ്തല്ലാതെ പ്രവാസികൾ ഇവിടെ കഴിക്കുന്ന ഫ്രോസ് അല്ലാതെ എന്ത് സാധനമാണ് കഴിക്കുന്നുള്ളത്? ചിക്കന്, മീന്, അതിലൊക്കെ മരുന്നിട്ടിട്ട്, ഇനി ഫ്രഷ് ആണെങ്കിലും മീനൊക്കെ വരുന്ന അവിടുന്ന് ഇവിടുന്ന് കേടാവാതിരിക്കാനും വേണ്ടിയിട്ട് മരുന്നുകൾ ഇട്ടിട്ട് വരുന്ന സാധനമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ കേടാണോ, അസുഖം വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ജെമിനിനോട് ചോദിക്കാം. ജെമിനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ എന്ത് സംഭവം എന്നുള്ളത്. വേൾഡിൽ റിവ്യൂ നോക്കിയിട്ട് അതിനുള്ള മറുപടി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജെമിനിനെക്കാട്ടും ഇതൊന്നല്ലല്ലോ ഞാനും നീയും നിങ്ങളൊക്കെ ഒന്നും അല്ലല്ലോ. അപ്പോൾ ജെമിനിനോട് ചോദിക്കാം നമുക്ക് എന്ത് കഥ എന്നുള്ളത്. ഹായ്, മലയാളത്തിൽ വരൂ. ഹലോ, ഇന്ന് നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അല്ലടാ, ഞാൻ ചോദിക്കുന്നത് എന്തറിയോ, നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് വീട്ടിൽ കുക്ക് ചെയ്തിട്ട് അത് കുക്ക് ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് കഴിക്കുന്ന ഫുഡ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം സൂക്ഷിച്ചു വെച്ച് ഫ്രീസ് ചെയ്ത് കഴിക്കുന്നത് പൊതുവെ സുരക്ഷിതമാണ്. എങ്കിലും അത് കേടുവരാതിരിക്കാൻ പാകം ചെയ്ത ശേഷം വേഗത്തിൽ തണുപ്പിച്ച് വായു കടക്കാത്ത പാത്രങ്ങളിൽ വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കണം. അതുപോലെ വീണ്ടും ചൂടാക്കുമ്പോൾ നന്നായി ചൂടാകുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം. ഒരിക്കൽ തണുപ്പിച്ച ഭക്ഷണം വീണ്ടും ഫ്രീസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഇതിൽ അസുഖങ്ങൾ വരാൻ ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫ്രീസ് ചെയ്ത ഭക്ഷണം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബാക്ടീരിയ വളരാനും അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഭക്ഷണം തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗതക്കുറവോ അല്ലെങ്കിൽ വീണ്ടും ചൂടാക്കുമ്പോൾ വേണ്ടത്ര ചൂടാകാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഇതിന് പ്രധാന കാരണം. അതിനാൽ സുരക്ഷിതമായ രീതികൾ പാലിക്കുക പ്രധാനമാണ്. താങ്ക് യുടാ. വളരെ സന്തോഷം. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ഒന്നുമില്ല, വളരെ ഉപകാരം. എപ്പോഴും സഹായിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ. ബൈ, വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടല്ലോ, മനസ്സിലായല്ലോ. ഇതാണ് സംഭവം. അതിന് കുറേ കാട് കയറി ചിന്തിച്ച് ഇതാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാം നമ്മളെ കയ്യിലാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുക, ഫ്രീസറിൽ വെക്കുക, കൊടുക്കാതിരിക്കുക, കഴിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ കടകാര്യമായ ഫ്രോസ്